എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണം വന്ദയുടെ ലളിതാ സഹസ്രനാമ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നടത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ശ്രീനിവാസൻ പന്തലിങ്കൽ സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 93-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ട് നാമങ്ങൾ ബാക്കിയാണ്. നമുക്ക് തുടർന്ന് കേൾക്കാം. നമസ്കാരം സർ. നമസ്കാരം ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വെള്ളപ്പളുങ്ങുനിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഉഷ ടീച്ചർ പറഞ്ഞതുപോലെ 93-ാമത്തെ ശ്ലോകത്തിലെ 2 നാമങ്ങൾ ബാക്കിയാണ്. നമ്മൾ കുലേശ്വരി എന്നുള്ള വളരെ കുരുകുല്ല കുളേശ്വരി എന്നും കുളകുണ്ടാലയ എന്നും കൗളമാർഗ തൽപര എന്നുള്ള 3 നാമങ്ങളും പരസ്പരം ബന്ധിച്ച് കിടക്കുന്നതാണ്. അതിൽ കുലേശ്വരി എന്നുള്ള നാമം നമ്മൾ കണ്ടു കഴിഞ്ഞു. ശരിക്കും കുലേശ്വരി എന്ന് പറഞ്ഞാൽ കുലം എന്ന് പറഞ്ഞാൽ കുലം, കുളം. ലായും ളായും മലയാളത്തിലും സംസ്കൃതത്തിൽ ള എന്നുള്ള അക്ഷരമില്ല, ലാ എന്നേ ഉള്ളൂ. മലയാളത്തിൽ രണ്ടും ഉണ്ട്. അപ്പോൾ രണ്ടിനും അർത്ഥവ്യത്യാസങ്ങളില്ല. നമ്മൾക്ക് വാഞ്ചിതം പോലെ കുലം എന്നോ കുളമെന്നോ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും കുളം എന്ന് പറഞ്ഞാൽ സജാതീയമായിട്ടുള്ള ഒരു സമൂഹമാണ്. അതുപോലെ തന്നെ കുണ്ടലിനിയെയും കുളം എന്ന് പറയും. നമ്മൾ പല പ്രാവശ്യവും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്തിനെ കുലം എന്ന് പറയും. അതുപോലെ തന്നെ ഈ ശക്തി സുഷുമ്നയിലൂടെ താഴോട്ടും മുകളിലോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, മൂലാധാര ചക്രത്തിൽ നിന്നും സഹസ്രാര ചക്രത്തിലേക്കും തിരിച്ചും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മാർഗത്തിലൂടെയാണ്. ആ മാർഗത്തിനെയും കുലം എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ആ നാമം ഒന്ന് പെട്ടെന്ന് ജപിച്ചതിന് ശേഷം നമുക്ക് ആ അവസാനത്തെ 2 നാമങ്ങൾ കാണാം. കുശലാ കോമളാകാര കുരുകുല്ലാ കുളേശ്വരി കുളകുണ്ടാലയ കൗളമാർഗതൽപരസേവിത. അതിനകത്ത് 440-ാമത്തെ നാമമാണ് കുലകുണ്ടാലയ അല്ലെങ്കിൽ കുളകുണ്ടാലയ. കുലകുണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? കുലം അല്ലെങ്കിൽ കുലകുണ്ടം ആലയമാക്കിയവള്. കുലകുണ്ടാലയ, ആലയം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം, വീട്, ഗൃഹം. ഇപ്പൊ ദേവി കുലകുണ്ടം ആലയമാക്കിയിരിക്കുകയാണ്. ഇനി കുലകുണ്ടം എന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. നമ്മൾക്കറിയാം, പല പ്രാവശ്യവും കണ്ടതാണ്, സുഷുമ്ന മാർഗത്തിലൂടെ ഈ സുഷുമ്ന നാഡിയില് ഇങ്ങനെ താഴത്തേക്ക് പോരുമ്പോൾ ഏറ്റവും ഒടുവില് മൂലാധാര ചക്രം എന്ന് പറയുന്ന ആ സ്ഥലത്ത്, നമ്മുടെ ഈ നട്ടെല്ലിന്റെ ഏറ്റവും ഒടുവില് അതിന്റെ ചുവട്ടില് ശരിക്കും എങ്ങനെയാണ്? ഒരു താമരക്കിഴങ്ങിന്റെ ആകൃതിയില്, അങ്ങനെയാണത്രേ അതിന്റെ ആകൃതി. താമരയുടെ കിഴങ്ങ് എല്ലാവരും കണ്ടു കാണും, ധാരാളം കാണാൻ കിട്ടുന്നതാണ്. താമരക്കിഴങ്ങിന്റെ ആകൃതിയില് ഇങ്ങനെ കിടക്കുന്നു. അതിന്റെ ഉള്ളിൽ ഒരു സുഷിരമുണ്ട്. ആ സുഷിരത്തിനകത്ത് ബിസതന്തു തനീയസിയായിട്ട് ഒരു താമര നൂല് പോലെ അത്രയും നേർത്തിട്ട് ഈ ചെറിയ സുഷിരത്തിനകത്ത് 3.5 ചുറ്റായിട്ടാണ് കുണ്ടലിനി ശക്തി ഒരു സർപ്പാകൃതിയില് താഴത്തേക്ക് ഊർധ്വമുഖമായിട്ട് കിടക്കുന്നത്. അപ്പോ ശരിക്കും ആ ഒരു താമരക്കിഴങ്ങിന്റെ ആകൃതിയിലുള്ള ആ ഭാഗത്തിന്റെ ആ സുഷിരത്തെയാണ് കുളകുണ്ടം എന്ന് പറയുന്നത്. അതിനകത്താണ് ഈ കുണ്ടലിനി ശക്തി വാസസ്ഥാനമായിട്ടിരിക്കുന്നത്. അപ്പോ ഒരു സാധകൻ ശരിക്കും ബ്രഹ്മജ്ഞാനം കിട്ടിയ സാധകനാണെങ്കിലും, അല്ലെങ്കിൽ സാധാരണ സാധന ചെയ്തിട്ട് ഒരു ചക്രമൊക്കെ എത്തിക്കുന്ന സാധകനാണെങ്കിലും, അല്ലെങ്കിൽ മൂലാധാര ചക്രത്തിന് സ്ഥിരത കൊടുക്കാൻ വേണ്ടിയിട്ട് സാധന ചെയ്യുന്ന ഒരു സാധകനാണെങ്കിലും,
അവരുടെയൊക്കെ കുണ്ടലിനി ജാഗ്രത് അവസ്ഥയെ പ്രാപിക്കുമ്പോൾ ഈ കുണ്ടലിനിയാണ് ഉണർന്ന് ഈ കുണ്ടത്തിൽ നിന്നും ഉണർന്നിട്ട് ആണ് പുറത്തേക്ക് പോരുന്നത്. അതുകൊണ്ടാണ് കുലകുണ്ടം എന്നതിന് പറയുന്നത്. ഒരു കുണ്ടം തന്നെയാണ്, അതുകൊണ്ടാണ് കുലകുണ്ടം എന്ന് പറയുന്നത്. അപ്പൊ കുണ്ടലിനി ശക്തി ഈ പോവും വരും ചെയ്യുന്ന, അങ്ങനെ മുകളിലോട്ട് പോകും, സഹസ്രാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചു വരണം. എന്ത് കർമ്മം ചെയ്യണമെങ്കിലും അതിന്റെ കർമ്മപഥം ഇരിക്കുന്നത് മൂലാധാര ചക്രത്തിലാണ്. വീണ്ടും അത് തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വരുന്ന ആ സന്ദർഭത്തിൽ അത് അങ്ങനെ സുഷുപ്ത അവസ്ഥയിൽ ഇരിക്കുന്ന ആ സ്ഥലമാണ് കുലകുണ്ടം എന്ന് പറയുന്നത്. ആ കുലകുണ്ടത്തെ ആലയമാക്കിയവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ കുലകുണ്ടാലയ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? മൂലാധാര ചക്രത്തിലിരിക്കുന്ന ആ ഒരു കിഴങ്ങിന്റെ ആകൃതിയിലെ, താമരക്കിഴങ്ങിന്റെ ആകൃതിയിലുള്ള ഒരു കുഹരമാണ് കുലകുണ്ടം. ആ കുലകുണ്ടത്തിലാണ് ദേവി ആലയമായിരിക്കുന്നത്. ഇത് ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിലെ സ്തോത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതല്ലാതെ മറ്റൊരു സ്തോത്രത്തില് സുധാധാരാസാരൈ ചരണയുഗളാന്തർവികളിതൈ പ്രപഞ്ചം സിഞ്ചന്തി പുനരവിരസാംനായ മഹസാ അവാപ്യസ്വാം ഭൂമിം ഭുജഗ നിഭമദ്യുഷ്ടവലയം സ്വമാത്മാനാം കൃത്വാ സ്വപിഷി കുലകുണ്ടേ കുഹരിണി. സൗന്ദര്യലഹരിയിലെ 10ാമത്തെ ശ്ലോകത്തിൽ തന്നെയാണ് പറയുന്നത്. എന്താണ്? ദേവി അവിടുത്തെ ചരണാരവിന്ദങ്ങളിൽ നിന്നും ഒഴുകുന്ന അമൃതധാരാ പ്രവാഹത്തിൽ, അതാണ് ശരിക്കും ദേവിയുടെ ചരണാരവിന്ദങ്ങളിലെ അമൃതധാര പ്രവാഹമാണത്. ആ പ്രവാഹത്തില് ഉപാസകന്റെ നാഡീവ്യൂഹങ്ങളെയൊക്കെ ഇങ്ങനെ നനയ്ക്കുകയാണ്. സിഞ്ചന്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ അവാപ്യമായിട്ടുള്ള പ്രപഞ്ചം സിഞ്ചന്തി പുനരവിരസാംനായ മഹസ, ആ കുളകുണ്ടാലയത്തിൽ ആ രസം കൊണ്ട്, ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ നിന്നും നിർഗമിക്കുന്ന രസത്തില് ഇങ്ങനെ ഉപാസകനെ, മുഴുവൻ ഉപാസകന്റെ ഓരോ അംശങ്ങളും ഓരോ സെല്ലുകളും അങ്ങനെ എന്താ ചെയ്യുന്ന, നനച്ച് അങ്ങനെ സഹസ്രാര ചക്രത്തിൽ എത്തിയിട്ട് ആ സഹസ്രാര ചക്രത്തിൽ നിന്ന് തൻ്റെ ആസ്ഥാനമായിട്ടുള്ള മൂലാധാര ചക്രത്തിലെത്തി തിരിച്ചെത്തി 3.5 ചുറ്റായിട്ട് ഒരു സർപ്പാകൃതിയില് അതിൻ്റെ മധ്യത്തില്, ഈ മൂലാധാരത്തിന്റെ മധ്യത്തിൽ സൂക്ഷ്മരന്ധ്രമുള്ളതും മൂലാധാരത്തിൽ സ്ഥിതവുമായിട്ടുള്ള കുളകുണ്ടത്തിലെ കന്ദമൂലത്തിൽ നീ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. സ്വാത്മാനാം കൃത്വ സ്വഭിഷി കുലകുണ്ടേശ്വരി കുഹരിണി. ആ കുഹരത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഈ സാധകന്റെ എല്ലാ ആ ബ്രഹ്മാനുഭൂതി, ആ ആനന്ദം കൊടുത്തിട്ട് അതിനുശേഷം തിരിച്ച് വീണ്ടും ആ സുഷുമ്ന നാഡിയിലൂടെ തിരിച്ചിറങ്ങിയിട്ട് ആ കുളകുണ്ട കുഹരത്തില് ദേവി സ്ഥിതി ചെയ്യുന്നതാണ്. സൗന്ദര്യലഹരിയിൽ വളരെ വ്യക്തമായിട്ട് ഈ സഞ്ചാര പഥത്തെ വിവരിച്ചിട്ടുണ്ട് ശങ്കരാചാര്യ സ്വാമികള്. അതാണ് ഈ കുളകുണ്ടം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴാണെങ്കിലും നമ്മൾ ഓർത്തുകൊള്ളുക, ദേവിയുടെ വാസസ്ഥാനമാണ് കുളകുണ്ടം. അത് നമ്മുടെയൊക്കെ ചരാചരങ്ങളുടെ നട്ടലിനടിയിലിരിക്കുന്ന ആ കുഹരമാണ് ഏറ്റവും ഒടുവിലത്തെ. അവിടെയാണ് ദേവി ശക്തി സ്വരൂപിണിയായിട്ട് ഇരിക്കുന്നത് എന്ന് അർത്ഥം. അപ്പോൾ അതാണ് കുളകുണ്ടാലയ. ഇനി 441ാമത്തെ നാമം കൗലമാർഗ തൽപര സേവിത. കൗലമാർഗ തൽപര സേവിത. എന്താണ് കൗലമാർഗം? ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ കൗലമാർഗത്തെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. 3 തരത്തിലുള്ള മതങ്ങളെ അല്ലെങ്കിൽ മാർഗങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? സമയമാർഗം, മിശ്രമാർഗം, കൗളമാർഗം. സമയമാർഗം എന്ന് പറഞ്ഞാൽ സമയാചാര തൽപര എന്ന് ദേവിയുടെ ഒരു നാമമുണ്ട്. അപ്പോ ശരിക്കും ശാക്തേയ സമ്പ്രദായത്തിലെ 3 പന്ഥുകളാണിത്, അല്ലെങ്കിൽ 3 വഴികളാണിത്. ഇതിനകത്ത് വളരെ വ്യത്യസ്തമാർന്ന ആചാര രീതികളും അനുഷ്ഠാന രീതികളും ഓരോ മാർഗത്തിലുമുണ്ട്. സമയമാർഗത്തിലായാലും മിശ്രമാർഗത്തിലായാലും കൗളമാർഗത്തിലായാലും ധാരാളം പരമ്പരാഗതമായിട്ടുള്ള ആചാര രീതികളുണ്ട്. അതിൽ സമയമാർഗം എന്ന് പറഞ്ഞാൽ വൈദികമായിട്ടുള്ളതാണ്. ശരിക്കും സമയമാർഗം വസിഷ്ഠൻ, സനകൻ, ശുകൻ, സനന്ദനൻ, സനത്കുമാരൻ, ഇങ്ങനെ 5 ആചാര്യന്മാര് ചിട്ടപ്പെടുത്തിയതാണ് സമയമാർഗം. ഇപ്പൊ സമയമാർഗം വൈദിക മാർഗം തന്നെയാണ്, എന്നാലും വേദവിധി പ്രകാരമുള്ള മാർഗമാണ്. ശ്രുതികളെയും സ്മൃതികളെയും ഒക്കെ ആസ്പദമാക്കിയിട്ടുള്ള മാർഗത്തിലുള്ള ദേവി ഉപചാരങ്ങളാണ് സമയമാർഗം എന്ന് പറയുന്നത്. അപ്പോ ഈ രീതിക്ക് മറ്റൊരു പേരുണ്ട്. ഈ 5 പേരാണത്. ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വസിഷ്ഠൻ, സനകൻ, ശുകൻ, സനന്ദനൻ, സനത്കുമാരൻ. ഇങ്ങനെ 5 പേരാണ് ഇതിന്റെ ഉപജ്ഞാതാക്കള്. അതുകൊണ്ട് ശുഭാഗമ പഞ്ചകം എന്നാണ് ഈ മാർഗത്തിനെ പറയുന്നത്.
ഇപ്പം ഇത് അറിയപ്പെടുന്നത് ശുഭാഗമ പഞ്ചകം എന്നുള്ള രീതിയിലാണ്. വളരെ വളരെ ബൃഹത്തായിട്ടുള്ള ആചാര രീതികളാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കേണ്ടവർക്ക് പഠിക്കാം. അപ്പോൾ ഒരു ആചാര രീതിയാണ് എന്ത്? സമയമാർഗം. രണ്ടാമത്താണ് മിശ്രമാർഗം. മിശ്രമാർഗം എന്ന് പറഞ്ഞാൽ 8 പ്രകാരമുള്ള തന്ത്രവിധികളാണ്. 8 പ്രകാരത്തിലുള്ള തന്ത്രവിധികൾ. അതിൽ ശരിക്കും പറയുന്ന സവ്യം അപസവ്യം, ദേവിയുടെ വേറൊരു പേരുണ്ട്, വരാൻ പോകുന്നേ ഉള്ളൂ, സവ്യാപസവ്യ മാർഗസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സവ്യം അപസവ്യം എന്നുള്ള 2 തരത്തിലുള്ള 2 ചിട്ടകളിലൂടെ മിശ്രമാർഗത്തിലെ 8 തരത്തിലെ തന്ത്രവിധി പ്രകാരം ദേവി ആരാധിക്കുന്നുണ്ട്. അത് ചന്ദ്രകല, ജ്യോത്സ്നാവതി, കലാനിധി, കുളാർണവം, ഭുവനേശ്വരി, ബാർഹസ്പസ്തം ആൻഡ് ദുർവാസാമതം. ഇങ്ങനെ 8 തരത്തിലുള്ളതാണ്. അതിനകത്ത് കുളാർണവം എന്നുള്ള ഗ്രന്ഥത്തെക്കുറിച്ചും ചില ശ്ലോകങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പരാമർശിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ മിശ്ര രീതിയിലുള്ള അല്ലെങ്കിൽ മിശ്ര ജാതി അല്ലെങ്കിൽ മിശ്രമാർഗം എന്ന് പറയാം നമുക്ക്. അങ്ങനെയുള്ള ആരാധനാ സമ്പ്രദായമാണ്. ഭാരതത്തിലെ കശ്മീര ദേശം മുതൽ കന്യാകുമാരി വരെ, കേരളത്തിൽ വരെ ഇങ്ങനെ പല ദേശത്തും എല്ലായിടത്തും കുലദേവിയായിട്ട് ദേവി തന്നെയാണ് വസിക്കുന്നത്. അവിടെയൊക്കെ ആചാര രീതികൾ വ്യത്യസ്തമാണ്. ഇനി മൂന്നാമത്തെ മാർഗമാണ് കൗളമാർഗം. അപ്പോൾ കൗളമാർഗം എന്ന് പറഞ്ഞാൽ ഈ 2 മാർഗങ്ങളും സമയവും മിശ്രവും കൂടാതെ 64 തന്ത്ര വിധികളിൽ വ്യാപിച്ച് കിടക്കുകയാണ് കൗളമാർഗം. ഈ അനുഷ്ഠാനങ്ങളെ മൊത്തത്തിൽ കൂട്ടിയിട്ട് പറയുന്നു എന്ത്? കൗളമാർഗം അല്ലെങ്കിൽ കൗളം എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും കൗളമാർഗം പലരും ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഐഹിക സിദ്ധികൾ നേടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പലരും നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ മന്ത്രവാദം ചെയ്തിട്ട് അമാനുഷമായ സിദ്ധികളൊക്കെ ആർജിക്കുന്നത് സത്യമാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ആ ഉപചാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദേവിയുടെ തന്നെ നമുക്ക് ഓരോ രൂപങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്മശാനത്തിൽ പോയിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെടുന്ന ദേവിയുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിന് പോകുമ്പോൾ ആരാധിക്കുന്ന ദേവിയുണ്ട്. അതുപോലെ ഓരോ സമയത്തും പരീക്ഷയ്ക്ക്, അതുപോലെ മനബലം കുറഞ്ഞിരിക്കുമ്പോൾ ആരാധിക്കുന്ന ദേവി, പല തരത്തിലാണ് ദേവി. അപ്പോൾ എങ്ങനെ ആ ഉപാസകനെ ആരാധിക്കുന്നുവോ അതുപോലെ പ്രത്യക്ഷപ്പെടും ദേവി. അതുകൊണ്ട് ഈ 64 ഇതൊക്കെ എങ്ങനെയാണ്? ഈ 64 തന്ത്രവിധികളെയാണ് പൊതുവെ കൗളം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയൊക്കെ ഈ ഐഹിക മാർഗം ആളുകൾ ആദ്യമൊക്കെ ഐഹിക മാർഗത്തിലേക്ക് പോവും. അത് കഴിഞ്ഞാൽ അത് വേണം, എനിക്ക് ആ സിദ്ധി വേണം, ഈ സിദ്ധി വേണം, സിദ്ധി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിദ്ധനായി മാറും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തോന്നും ഇതൊന്നുമല്ല. അങ്ങനെ പതുക്കെ പതുക്കെ സാധകനെ ഇതിന്നൊക്കെ മാറ്റിയിട്ട് ആ ബ്രഹ്മതത്വത്തിലേക്ക് അടുപ്പിക്കുകയാണ് ഈ മാർഗങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പിടിച്ചിട്ട് വല്ലവരോട് നമ്മൾ പറയാ സമയാചാര മാർഗത്തിലത്തെ ബ്രഹ്മതത്വം അറിയാനുള്ള വിദ്യ ഉപാസിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രിപ്പയർ ആവാത്ത ഒരു ജന്മം, ആ ജന്മം കൊണ്ട് അത് സാധ്യമല്ല. അപ്പോൾ അവർ ഒന്നും ചെയ്യാതെ നശിച്ചു പോവും. അതിലും ഭേദമാണ് അവരുടെ കാരണവന്മാര് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള കൗളമാർഗത്തിലെ ഏതെങ്കിലും ഉപചാര ക്രിയകളിലൂടെ അവരെ ദേവിയെ വിശ്വസിച്ച് ആരാധിക്കുന്നു. പല ഉദാഹരണങ്ങൾ നമ്മൾ പണ്ടും കണ്ടതാണ്. അങ്ങനെ ആരാധിക്കുമ്പോൾ ദേവി പ്രത്യക്ഷയാവും. ആ പ്രത്യക്ഷയായിട്ട് കുറേ സിദ്ധികളൊക്കെ കിട്ടും. കുറച്ചു കാലം കഴിയുമ്പോൾ തോന്നും എനിക്ക് ഈ സിദ്ധികളൊന്നും വേണ്ട, ഇതിന്നും മുന്നിലേക്ക് പോകണം എനിക്കെന്ന് തോന്നും. അങ്ങനെ പോയിട്ട് അവസാനം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ആ ബ്രഹ്മജ്ഞാനം കിട്ടാനുള്ള കഴിവുണ്ടാവും. അതുകൊണ്ട് ശരിക്കും നമുക്ക് ദേവിയെ നേടാൻ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഏത് മാർഗത്തിലാണെങ്കിലും ദേവിയെ നമ്മൾ ആരാധിച്ചിട്ട് അതിനൊക്കെ ഇപ്പൊ നമ്മൾ പറയാണ് ദേവി ആരാധിക്കാൻ ഒറ്റ മാർഗമേ പാടുള്ളൂ. ഇപ്പോ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കൗളം എന്ന് പറഞ്ഞാൽ കുലത്തെ സംബന്ധിച്ചതാണ്. അപ്പോൾ ഈ മാർഗങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? നമ്മളുടെ ഗുരുപരമ്പരകളായിട്ട് അല്ലെങ്കിൽ കാരണവന്മാരായിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇപ്പോൾ ചില നാടൻ പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ കാട്ടുജാതിക്കാരുടെ സമ്പ്രദായം വൈദിക സമ്പ്രദായമാവില്ല. പക്ഷെ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഋഷികളും മുനികളുമാണ് അതിനെയും ചിട്ടപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം സനാതന ധർമ്മത്തിൻ്റെ ആ വലിയ ഒരു എന്താ അതിന് പറയുക, ധാരാളം പുഷ്പങ്ങളും ജലാശയങ്ങളും മൃഗങ്ങളും മരങ്ങളും ഒക്കെ നടങ്ങിയിട്ടുള്ള ഒരു വലിയ വനസമ്പത്താണത്. അത് ശരിക്കും ഒരു റബ്ബർ തോട്ടമോ അല്ലെങ്കിൽ ഒരു മാന്തോട്ടമോ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടമോ അല്ല നട്ടുപിടിപ്പിച്ചിട്ട് വളർത്തിയെടുത്തിരിക്കുന്നത്. വിവിധങ്ങളാണ് സനാതന ധർമ്മത്തിൻ്റെ ആചാര രീതികൾ. ഒന്ന് ശരിയാണ്, ഒന്ന് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പലർക്കും നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ബ്രെഡും ബട്ടറും
പിന്നെ ഒന്നോ രണ്ടോ ഐറ്റംസ് ഉണ്ടായിരിക്കും മാക്സിമം. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ളതാവും. വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരിക്കും. നമ്മൾക്ക് ഇവിടെ പുട്ടുണ്ട്, അപ്പമുണ്ട്, അത് കഴിഞ്ഞാൽ ഇഡ്ഡലി ഉണ്ട്, ദോശയുണ്ട്, എനിത്തിങ് യു കോൾ. ഒരു 25 ബ്രേക്ക്ഫാസ്റ്റ് മലയാളികൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഇന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അത്രയും വെറൈറ്റി കാണില്ല. അപ്പോൾ ഇതെല്ലാം പറയുക നാളെ മുതൽ ബ്രെഡും ബട്ടറും മാത്രമേ ലോകത്തുള്ളവരൊക്കെ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? ബ്രെഡും ബട്ടറും തെറ്റാണ് എന്ന് പറയുന്നത് തെറ്റാണ്. എന്നാൽ ബ്രെഡും ബട്ടറും മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്നത് അജ്ഞാനമാണ്, തോന്നിവാസമാണ്. ആർക്കും ഒരാളുടെ ഒരു കാര്യവും മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് സനാതന ധർമ്മം ചെയ്തിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം കർമ്മത്തിനനുസരിച്ചാണ് ജന്മം കിട്ടുന്നത്, അതിനനുസരിച്ച് നമുക്ക് വികസിക്കണം. ആ വികസനത്തിന് ഏത് പാതയാണോ നമുക്ക് പറ്റുന്നത് ആ പാത തിരഞ്ഞെടുക്കണം. അപ്പൊ ഈ കൗളമാർഗ തൽപര സേവിത എന്നുള്ള നാമം നമ്മളെ കാണിച്ചു തരുന്നത് ഈ സമൂഹം ഇപ്പോ പല സ്ഥലത്തും കൗളമാർഗം എന്ന് പറഞ്ഞാൽ മദ്യവും മാംസവും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പൂജകളുണ്ട്. അപ്പൊ ഈ പൂജകള് തീർത്തും തെറ്റാണ് എന്നുള്ളതൊന്നും പല പല സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ പണ്ട് അടിയന്തരങ്ങൾക്ക് മദ്യവും ഒക്കെ കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ കോഴിയെ കുരുതി കൊടുക്കുമായിരുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇതല്ല. ഇതിൽ നിന്നും മുകളിലേക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ അദ്ദേഹം ഇതൊക്കെ ചെയ്ത് ആരാധിച്ച് ദേവി പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ഞാൻ ഈ മാർഗങ്ങളൊന്നും പിന്തുടരില്ല, ഞാൻ വേദമാർഗത്തിലേ ഇനി പോവുള്ളൂ എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതേസമയത്ത് ഇതൊന്നും പാടില്ല എന്ന് നിരോധിക്കുന്നു. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും പണ്ടൊക്കെ ആ ഒരു പ്രദേശത്തെ മനുഷ്യന് സംഭവിക്കുന്ന ച്യുതി അത് അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുരുതി കൊടുക്കുക എന്നുള്ളൊരു കഷ്ടമുണ്ടായിരുന്നു. ആ കഷ്ടം ഒക്കെ എടുത്തു മാറ്റിക്കളഞ്ഞു. ഇപ്പോഴും കാമാഖ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം ശക്തിപീഠങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും തന്ത്രശക്തിയുള്ള പീഠമാണ് ദേവിയുടെ യോനി പീഠമായിട്ടാണ് കാമാഖ്യയെ കാണുന്ന ആസാമിലെ. അപ്പോൾ കാമാഖ്യയില് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ധാരാളം ആടുകളെ, മുട്ടനാടുകളെ അവിടുത്തെ പ്രസാദം കൊടുക്കുന്നത് അവയുടെയാണ് പ്രസാദം. അതിനെ പബ്ലിക്കലി നമ്മുടെ കേരളത്തിലെ തെരുവുകളിൽ വെട്ടിത്തൂക്കിയതുപോലെയൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ അതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ട്, അവിടുന്ന് നിവേദിച്ച് പ്രസാദം കൊടുക്കും. അപ്പോൾ ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഒരു മനുഷ്യനാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ ഗവൺമെന്റോ അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്നാൽ പിന്നെ ഒരു ജീവിയെ ഹിംസിക്കാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവരണം. അതാർക്കും കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുലം, ആ കുലം പിന്തുടർന്നിരുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് അതിനെയും മുകളിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ അത് തെറ്റാണെന്ന് പറഞ്ഞ് അതെല്ലാം ബഹിഷ്കരിച്ച് ഒന്നിനും കൊള്ളാത്തവരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. ഇത് വലിയൊരു അടവിയാണ്, വിപിനമാണ്, കാനനമാണ്. ഇവിടെ എല്ലാം ഉണ്ട്, അരയന്നങ്ങളും എല്ലാ വസ്തുക്കളും നിറഞ്ഞു കിടക്കുന്ന ഒരു പൊയ്കയും കാടും വൃക്ഷവും ഒക്കെയുള്ള ഒരു കാട് തന്നെയാണ് ഈ സനാതനധർമ്മം. അതിനെ നമുക്ക് ഒരു യാർഡ് സ്റ്റിക്ക് കൊണ്ട് അളക്കാൻ പറ്റില്ല. വിവേകാനന്ദ സ്വാമി എപ്പോഴും പറയുമായിരുന്നു, ഒരേ കോട്ട്, ഒരേ അളവിലുള്ള കോട്ട് എല്ലാവർക്കും, ഒരേ അളവിലുള്ള ചെരുപ്പ് എല്ലാവർക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പലർക്കും അത് ലൂസായി മാറും, മറ്റ് പലർക്കും അത് ഇടാൻ പറ്റില്ല, അവരെ കാല് പൊട്ടിപ്പോവും. അതുപോലെ കൂട്ടും പറ്റില്ല. ഗ്രീക്ക് മിത്തോളജിയിൽ പ്രോക്രസ്റ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീട്ടിലെ അതിഥി വന്നാലും അദ്ദേഹത്തിന് വളരെ സുഭിക്ഷമായിട്ട് ഭോജനം കൊടുക്കും, സ്വർണ്ണത്തളികയിൽ ഭക്ഷണം കൊടുക്കും, അതിനുശേഷം വീശും അവർക്ക് എല്ലാ ഉപചാരങ്ങളും ചെയ്യും. അത് കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാനൊരു കട്ടിൽ കൊടുക്കും. ആ കട്ടിലിന് ഫിക്സഡ് ലെങ്ത് ആണ്. അതിനകത്ത് ഫിറ്റായില്ലെങ്കിൽ കാല് വെട്ടിമുറിക്കും. പ്രോക്രസ്റ്റസിന്റെ കട്ടിൽ എന്നാണ് അതിന് പറയുക. അപ്പോൾ നമ്മളുടെ ഐഡിയോളജിക്ക് ശരിയാവാത്തതിനെയൊക്കെ വെട്ടിമാറ്റുക എന്നുള്ള സങ്കല്പമല്ല സനാതനധർമ്മത്തിലുള്ളത്. ഇത് പലപ്പോഴും ഇത് പല തരത്തിൽ ചർച്ച ചെയ്തതാണ്. ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കണം. അങ്ങനെ പല ലെവലിലും നമുക്ക് ദേവിയെ ആരാധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് കുലദേവിയായിട്ട് കൗളമാർഗത്തിൽ തൽപരയായിട്ടുള്ള ദേവി, ആ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ ഈ നാമത്തെ ഇവിടെ അവസാനിപ്പിക്കാം. ഈ ശ്ലോകത്തെയും അവസാനിപ്പിക്കാം. ഓം കൗളമാർഗ തൽപര സേവിതായേ നമ എന്ന് പറഞ്ഞ് നമുക്ക് ദേവിയെ ഇവിടെ നമിക്കാം. ആ വാസ്റ്റായിട്ടുള്ള ഈ സനാതനധർമ്മത്തിൻ്റെ ആ സമൃദ്ധി കണ്ട് നമുക്ക് ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഇതൊക്കെ സൃഷ്ടിച്ച ആ മുനിമാരെയും അതുപോലെ നമ്മുടെ ഗുരുകാരണന്മാരെയൊക്കെ വന്ദിച്ചുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. 94-ാമത്തെ ശ്ലോകം. കുമാരഗണനാഥാംബ തുഷ്ടിപുഷ്ടി മതിധൃതി ശാന്തി സ്വസ്തിമതീ കാന്തി നന്ദിനി വിഘ്നനാശിനി. കുമാരഗണനാഥാംബ തുഷ്ടിപുഷ്ടി മതിധൃതി ശാന്തി സ്വസ്തിമതീ കാന്തിർ നന്ദിനി വിഘ്നനാശിനി.
442 മുതൽ 451 വരെയുള്ള 10 നാമങ്ങളാണ് ഈ ഒരൊറ്റ ശ്ലോകത്തിലുള്ള. പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം നമുക്കിത്, കുറച്ച് സമയവും പോയി ഇന്ന്. 442 നാമം കുമാരഗണനാഥാംബ. കുമാരൻ ആരാണ്? സുബ്രഹ്മണ്യൻ. അപ്പോൾ കുമാരൻ്റെയും ഗണനാഥൻ ആരാണ്? ഗണപതി. അപ്പോൾ കുമാരൻ്റെയും ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും രണ്ടുപേർക്കും അമ്മയായവളാണ് പാർവതി. അതുകൊണ്ട് ദേവിയെ കുമാരഗണനാഥാംബ എന്ന് പറയുന്നു. ഇനി ഇതിനൊക്കെ ഇങ്ങനെ കുറേ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുൽസിതമായ മാരഗണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അതിനെ ബന്ധിക്കുന്ന ദേവി എന്നൊക്കെ പറഞ്ഞ് അതിനെ മുറിച്ചിട്ടൊക്കെ പല അർത്ഥങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വായിക്കുമ്പോൾ നിങ്ങൾ ഇത് തന്നെ ഓർത്താൽ മതി. കുമാരഗണനാഥാംബ എന്ന് പറഞ്ഞാൽ കുമാരനും സുബ്രഹ്മണ്യനും ഗണനാഥനും ഗണപതിക്കും അമ്മയായിട്ടുള്ള ദേവി, ആ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് മനസ്സിൽ നമസ്കരിച്ചാൽ മതി. അങ്ങനെ 443 നാമത്തിലേക്ക് പോവാം. ഇനി 7 ദേവിയുടെ ഗുണങ്ങളാണ് അടുത്ത നാമങ്ങളിൽ വരുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ഒന്നാമത്തത് ഗുണമാണ് തുഷ്ടി. 443 നാമം തുഷ്ടി. തുഷ്ടി എന്ന് പറഞ്ഞാൽ തോഷം എന്നാൽ സന്തോഷം എന്നാണ് അർത്ഥം. അതിനാണ് തുഷ്ടിഹി എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. തുഷ്ടിഹി എന്നാണ്. അപ്പോൾ ശരിക്കും ആഗ്രഹപൂർത്തിയിൽ നിന്നും മനസ്സിന് എന്തൊക്കെയാണ് ലഭിക്കുന്നത്? ഒരു തൃപ്തി ലഭിക്കും, പ്രസാദം ലഭിക്കും, ആനന്ദം ലഭിക്കും. എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മനസ്സിലുണ്ടാവുന്ന ആ പ്രസാദം, ആ ആനന്ദം അല്ലെങ്കിൽ ആ തൃപ്തി, അതിനാണ് തുഷ്ടി എന്ന് പറയുന്നത്. ആ സന്തോഷത്തിനാണ് തുഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ സർവ്വജീവികളും സന്തോഷം കാക്ഷിക്കുന്നുണ്ട്. ആ സന്തോഷം എന്താണ്? ശരിക്കും ദേവിയാണ് തുഷ്ടിയായിട്ട്. കാരണം എന്താ പറയുന്നത്? യാ ദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത. സർവഭൂതങ്ങളിലും തുഷ്ടിയായിട്ട് ഇരിക്കുന്ന, അന്തർലീനമായിരിക്കുന്നത് ആരാണ്? ദേവിയാണ്. അപ്പോൾ ദേവി നിങ്ങൾ നല്ല കാര്യങ്ങൾ സന്തോഷം കാക്ഷിക്കുമ്പോൾ സംതൃപ്തി തരുന്നത് ആരാണ്? സംതൃപ്തിയായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷവതിയായിരിക്കുന്ന, സന്തോഷം തരുന്ന ആ ദേവിയുടെ ആ ചേതന തന്നെയാണ് തുഷ്ടിഹി, തുഷ്ടിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദേവിക്ക് തുഷ്ടി എന്ന നാമം. അപ്പോൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉത്സാഹം തോന്നുമ്പോൾ വിചാരിച്ചോളുക ദേവി തന്നെയാണ് ആ ഉത്സാഹമെന്ന്. അതുകൊണ്ടാണ് യാ ദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത. 443 നാമം തുഷ്ടിഹി. ഇനി 444 നാമം നോക്കാം. പുഷ്ടിഹി. പുഷ്ടി എന്ന് പറഞ്ഞാൽ പോഷണം. അപ്പോൾ ശരിക്കും അർത്ഥം പോഷണം. അത് കഴിഞ്ഞാൽ ധനധാന്യങ്ങൾക്കും പുഷ്ടി എന്ന് പറയും. വൃദ്ധി, എന്തൊക്കെയാണോ നമ്മുടെ വൃദ്ധി തരുന്നത് അതെല്ലാം പുഷ്ടി എന്ന പേരിൽ അറിയപ്പെടും. പിന്നെ ഭൂമിയെ പുഷ്ടി എന്നറിയപ്പെടും. ക്ഷേത്രത്തിനെയും പുഷ്ടി എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ ശരിക്കും ഇവിടെ പുഷ്ടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ദേവിയുടെ തന്നെ അനുഗ്രഹ സിദ്ധിയാണ്. അതുകൊണ്ട് ഈ ദേവി തന്നെയാണ് പോഷണം ചെയ്യുന്നത് നമ്മളെ, ദേവി തന്നെയാണ് വൃദ്ധി തരുന്നത് നമ്മൾക്ക്. അപ്പോൾ എല്ലാം ഉണ്ടായ സാധനങ്ങൾക്കൊക്കെ നാശമുണ്ട്. ബരാബർ. അപ്പോൾ ശരിക്കും എന്താണ്? വൃദ്ധിയും ക്ഷയവും, ചന്ദ്രനായാലും മനുഷ്യനായാലും ജീവജാലങ്ങൾക്കായാലും ഒക്കെ വൃദ്ധിയുമുണ്ട് ക്ഷയവുമുണ്ട്. എന്നാൽ ദേവി തുഷ്ടിയായിരിക്കുന്ന ദേവി എന്നും വൃദ്ധിയാണ് ദേവിക്ക്. ആ ദേവിക്ക് പുഷ്ടിരൂപേണ സംസ്ഥിത. ദേവി അങ്ങനെ പുഷ്ടിയായിട്ടിരിക്കുകയാണ്, വൃദ്ധിയായിട്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ദേവി അതേപോലെ തന്നെ ഇരിക്കും. ഉണ്ടെങ്കിൽ വളർച്ചയേ ഉള്ളൂ, ഒരിക്കലും മികഴ്ച ദേവിക്കില്ല. അതുകൊണ്ട് ദേവി എന്താണ്? വൃദ്ധി സ്വരൂപിണിയാണ്. അതുകൊണ്ട് ദേവിയെ പുഷ്ടിഹി എന്ന് പറയുന്നു. ഓം പുഷ്ടിയേ നമ എന്ന് പറഞ്ഞ് വന്ദിച്ച് 445 നാമത്തിലേക്ക് പോവാം. അടുത്ത ഗുണമാണ് മതിഹി. മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി എന്നാണ് അർത്ഥം. അല്ലാണ്ട് അളക്കാനുള്ള ഉപകരണം ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്കിവിടെ നോക്കണ്ട. മതി എന്ന് പറഞ്ഞാൽ, മതിഹി എന്ന് പറഞ്ഞാൽ ഇവിടെ ബുദ്ധിയാണ്. ഇവിടെ എങ്ങനെയാണ്? യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. ഇവിടെയും സർവചരാചരങ്ങളിലെയും ആ ദേവി തന്നെയാണ് മതിരൂപേണ, ബുദ്ധിരൂപേണ സംസ്ഥിതയായിരിക്കുന്നത്. ജ്ഞാനപ്രദായിനിയാണ് ദേവി, ബുദ്ധിമതിയാണ് ദേവി, അത് ബുദ്ധി പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി തന്നെയാണ് നമ്മളുടെ ബുദ്ധിയായിട്ട്. ഈ പരിമിതമായ ബുദ്ധിയാണെങ്കിലും അതൊക്കെ പ്രകാശിക്കുന്നത് ദേവിയുടെ കാരുണ്യം കൊണ്ടാണ്. ആ ദേവിക്ക് നമസ്കാരം. ഇനി 440 നാമമാണ് ധൃതി. ധൃതി എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള ധൃതിയല്ല. എന്താ അത്ര ധൃതി പിടിച്ച് പോണേ എന്ന് ചോദിക്കും മലയാളത്തിൽ. മലയാളത്തിലുള്ള ധൃതിയല്ല. ധൃതി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ധൈര്യത്തെയാണ് കാണിക്കുന്നത്. ധൃതി എന്ന് പറഞ്ഞാൽ ദേവിയും
ഇവിടെയും യാ ദേവി സർവഭൂതേഷു ധൃതിരൂപേണ സംസ്ഥിത, മനസ്സിന് സ്ഥൈര്യവും സ്ഥിരതയും ധൈര്യവും തരുന്ന ആ സവിശേഷതയാണ് ധൃതി. ആ ധൃതി ദേവി തന്നെയാണ്. ഇപ്പൊ ശരിക്കും എന്ത് ദുഃഖം വന്നാലും, നമുക്ക് താങ്ങാൻ പറ്റാത്ത ദുഃഖം വന്നാലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചിട്ട് നമ്മൾക്ക് ആ അതിജീവനം തരുന്ന ശക്തിയാണ് ഈ ധൃതി എന്ന് പറയുന്നത്. ആ ധൈര്യം, ആ സ്ഥൈര്യം, അത് ദേവി തന്നെയാണ്. സമചിത്തത കൈവിടാതെ പെട്ടെന്ന് നമ്മൾ ആ ബാലൻസിലേക്ക് തിരിച്ചു വരുന്നു. എന്ത് ദുരിതമുണ്ടായാലും ആ ആ ശക്തിയാണ് ധൃതി. ആ ശക്തി ആരാണ്? ഈ നമ്മുടെ ദേവി തന്നെയാണ്, അമ്പ തന്നെയാണ് ആ ശക്തി. അതുകൊണ്ട് ദേവിക്ക് ധൃതിരൂപേണ സംസ്ഥിത എന്ന് പറഞ്ഞ് നമസ്കരിച്ച് 447 നാമത്തിലേക്ക് പോവാം. ഓം ശാന്തിഹി എന്നാണ് അടുത്ത നാമം. അപ്പോ ഇവിടെയും എങ്ങനെയാണ്? യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത, നമസ്തസ്യൈ 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 നമോ നമ. ശരിക്കും പ്രശാന്തമായിട്ടുള്ള ഒരു ശമമായിട്ടുള്ള അവസ്ഥയാണ്. എല്ലാം അടങ്ങുക. ആ ഒരു എന്താ പറയുക, ആ കടലിലൊക്കെ ഒരുപാട് അലകൾ ഉണ്ടാവണു, വേലിയേറ്റവും വേലിയിറക്കമൊക്കെ ഉണ്ടാവുമ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ശാന്തമായിട്ട് പ്രശാന്ത സുന്ദരമായിരിക്കുന്ന അവസ്ഥ, അതാണ് ശാന്തി. അപ്പോൾ ശരിക്കും ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിൽ 19-ാമത്തെ ഒരു ശ്ലോകമുണ്ട്. തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഹ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരാണ്? ഏത് ഭക്തിമാനാണ്, ഏത് നരനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കൃഷ്ണൻ പറയാണ്. തുല്യനിന്ദ സ്തുതിർമൗനി. നിന്ദ കേട്ടാലും സ്തുതി കേട്ടാലും തുല്യമായിരിക്കും അവസ്ഥ. സന്തുഷ്ടോ ഏന കേനചിത്. ദുഃഖം വന്നാലും സുഖം വന്നാലും ഒരേ ചിത്തം സ്ഥിതിയായിരിക്കും. അനികേത സ്ഥിരമതിർ ഭക്തിമാൻ. അപ്പോൾ ഇതിന്റെ കുറേ ശ്ലോകങ്ങൾ വീണ്ടും ഉണ്ട്. ശീതോഷ്ണ സുഖദുഃഖേഷു സമത്സംഗ വിവർജിത എന്നൊക്കെ അടുത്ത ശ്ലോകങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭക്തിമാനെ കുറിച്ച്, ഭക്തൻ എങ്ങനെ ഇരിക്കണം? ആ മനസ്സില് പ്രശാന്ത സുന്ദരമായിട്ടുള്ള ചിത്തത്തോടു കൂടിയിരിക്കണം. അതാണ് ശാന്തി. ശാന്തിക്ക് ഏറ്റക്കുറച്ചില്ല. അയ്യോ എനിക്ക് നല്ല ശാന്തി കിട്ടി, എനിക്ക് കുറച്ച് ശാന്തി കിട്ടി. ശാന്തിക്ക് സുഖം ദുഃഖം ഇതിന് രണ്ടിനും ഏറ്റക്കുറച്ചിലുകളുണ്ട്. ശാന്തി എന്ന് പറഞ്ഞാൽ ആ പരമമായിട്ടുള്ള ആ ഒരു ശമം അടങ്ങിയ അവസ്ഥയാണ്. ആ അവസ്ഥയാണ് നമ്മളൊക്കെ പ്രാപിക്കേണ്ടത് എപ്പോഴും. ഈ ഓട്ടത്തിലും എല്ലാം കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാനും എല്ലാറ്റിലും ചെന്ന് തലയിടാനും ഒക്കെയുള്ള ആ ഒരു എന്താ പറയുക ആ ത്വര പതുക്കെ പതുക്കെ അടക്കിയെടുക്കണം. അങ്ങനെ ശമിക്കണം, എല്ലാം ശമിച്ചൊടുങ്ങണം. ആശയും ആഗ്രഹങ്ങളും അതുപോലെ ഈ എന്താ പറയുക നമ്മളുടെ ആളുകളോടുള്ള പക, ദ്വേഷം, ഇതൊക്കെ കുറച്ച് 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 ഇങ്ങനെ ശാന്തിയിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ പരമശാന്തി. പിന്നെ ഒന്നും നമുക്ക് അതിൻ്റെ ഒന്നും ആ ഇഫക്റ്റ് ഇല്ലാത്ത അവസ്ഥ വരും. അതാണ് പരമശാന്തിയുള്ള അവസ്ഥ. ആ ശാന്തി ആര് തന്നെയാണ്? ദേവി തന്നെയാണ്. അതുകൊണ്ട് ആ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് നമുക്ക് സ്വസ്തിമതി എന്നുള്ള നാമത്തിലേക്ക് പോവാം. 448-ാമത്തെ നാമമാണ് സ്വസ്തിമതി. സ്വസ്തിമതി എന്ന് പറഞ്ഞാൽ, സ്വസ്തി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ക്ഷേമം, പുണ്യം, മംഗളം ഇതൊക്കെ സ്വരൂപമായിരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ സ്വസ്തിമതി എന്ന് പറയുന്നു. ക്ഷേമസ്വരൂപിണി, പുണ്യസ്വരൂപിണി, മംഗളസ്വരൂപിണി, ഇതിനൊക്കെ സ്വസ്തിമതി എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ആശീർവദിക്കുമ്പോൾ സ്വസ്തി എന്ന് പറഞ്ഞിട്ടാണ് ആശീർവദിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ സ്വരൂപങ്ങളും, സ്വസ്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ക്ഷേമത്തിൻ്റെ അവസ്ഥയാണ്, പുണ്യത്തിൻ്റെ അവസ്ഥയാണ്, മംഗളകരമായ അവസ്ഥയാണ്. ഇതൊക്കെ സ്വരൂപമായിരിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ സ്വസ്തിമതി എന്ന് വിളിക്കുന്നു. ഇനി അടുത്തതാണ് കാന്തിഹി. അതിശയം തോന്നിപ്പിക്കുന്ന ശോഭയാണ് കാന്തി. സാധാരണ പ്രകാശമല്ല, വളരെ നമുക്ക് അത്ഭുതം അത്രയും തോന്നിപ്പിക്കുന്ന സൗന്ദര്യം വഴിയുന്ന പ്രകാശം ചൊരിയുന്ന ആ ശോഭയ്ക്കാണ്, സൗന്ദര്യവും പ്രകാശവും ഒക്കെ ഒത്തിണങ്ങിയിട്ടുള്ള ശോഭയ്ക്കാണ് എന്ത് പറയുന്നത്? കാന്തി എന്ന്. അപ്പൊ ഈ കാന്തി ആരാണ്? ദേവി തന്നെയാണ് കാന്തി. അവിടെയും ശ്ലോകമുണ്ട്. അപ്പൊ കാന്തി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇച്ഛാശക്തിക്കും കാന്തി എന്ന് പറയും. അതുപോലെ ചന്ദ്രന്റെ 16 കലകളില് ഒന്ന് കാന്തിയാണ്. പക്ഷെ നമുക്കിവിടെ കാന്തി എന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യം, കാന്തിമതി, മുഖകാന്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ശരിക്കും ആ അത്ഭുതപ്പെടുത്തുന്ന ശോഭയോട് കൂടിയിരിക്കുന്നതാണ് ദേവി. അപ്പൊ ദേവിയുടെ ഈ പ്രപഞ്ചം മുഴുവൻ എല്ലാ സൗന്ദര്യങ്ങളും ദേവിയോട് ഉപമിക്കാനേ പറ്റില്ല. അത്രയും വലുതാണ് ദേവി. ഇപ്പൊ ദേവി ശരിക്കും എന്താണ്? അത്രയും
മനോഹരമായ സ്വരൂപമാണ് ദേവിയുടെ. അതുകൊണ്ട് ദേവി കാന്തി ഉള്ളവളാണ് എന്നും, അതുകൊണ്ട് ദേവിക്ക് കാന്തിഹി എന്ന് പറഞ്ഞ് നമുക്ക് വന്ദിക്കാം. അടുത്തത്, ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന നാമങ്ങളാണ്, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പോകുന്നത്. അടുത്ത 450 നാമമാണ് നന്ദിനി. നന്ദിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക എന്നാണ് അർത്ഥം ശരിക്കും സംസ്കൃത വാക്കിന്. അപ്പോൾ നന്ദിക്കുന്നവൾ, ആനന്ദ സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ടാണ് ദേവി നന്ദിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവളാണ് ദേവി. അതുകൊണ്ടും ദേവിയെ നന്ദിനി എന്നറിയുന്നു. ശരിക്കും നന്ദിനി സ്വരൂപിണിയായ ദേവിയിൽ നിന്നാണ് സകല ചരാചരങ്ങൾക്കും ആനന്ദം ലഭിക്കുന്നത്. ഈ നേരത്തെ നമ്മൾ തോഷം എന്ന് കണ്ടു, സന്തോഷം. അതുപോലെ ആനന്ദം ആണ്. ആ ചിദാനന്ദമായാലും സാധാരണ വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന ആനന്ദമായാലും ഈ ചരാചരങ്ങൾക്കൊക്കെ ആനന്ദം പകരുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി നന്ദിനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി കാമധേനുവിൻ്റെ മകളായ നന്ദിനി പശു, ആ പശുവും ശരിക്കും വേദമാതാവാണ്. അപ്പോൾ ദേവി സ്വരൂപം തന്നെയാണ് നന്ദിനി. അതുകൊണ്ടും ആ നന്ദിനി പശുവിനെയും, കാമധേനുവിൻ്റെ മകളായിട്ടുള്ള നന്ദിനി പശുവിനെയും, വസിഷ്ഠൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ ഉണ്ടായ രാജാവായ വിശ്വാമിത്രനും അവിടുന്ന് വിശ്വാമിത്രൻ നന്ദിനിയെ കാക്ഷിച്ച് അത് കിട്ടാതെ വന്നതും വസിഷ്ഠൻ്റെ മക്കളെയൊക്കെ വധിച്ചു, എന്നിട്ടും തോൽപ്പിക്കാൻ പറ്റിയില്ല. അവസാനം രാജർഷിയായി, അത് കഴിഞ്ഞ് ബ്രഹ്മർഷിയായോട് ബ്രഹ്മജ്ഞാനം കിട്ടിയതോടുകൂടി എല്ലാ ഈർഷ്യയും തീർന്നു. അങ്ങനെയാണ് നമുക്ക് ഗായത്രി മന്ത്രം പോലെയുള്ള മന്ത്രങ്ങളൊക്കെ ലഭിച്ച. ഇതൊക്കെ നമ്മൾ വിശദമായി പല നാമങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വസിഷ്ഠൻ്റെ വളർത്ത് പുത്രി, കാമധേനുവിൻ്റെ പുത്രിയായിരുന്നു നന്ദിനി എന്നുള്ള പശു. ഇനി ഗംഗാദേവിയെയും നന്ദിനി എന്ന് പറയും. ഗംഗാനന്ദിനി എന്നാണ് ഗംഗാദേവിയെ പറയുന്നത്. സകല പാപങ്ങളും കഴുകിക്കളയുന്ന ആ ഗംഗാദേവി, ആ ഗംഗാ നദി തന്നെ ദേവി സ്വരൂപമാണ്. നമ്മളുടെ കഥകളിൽ പറയുന്ന പോലെ പാർവതി മടിയിലും ഗംഗ തലയിലും അങ്ങനെയല്ല. ദേവി തന്നെ സ്വർഗ ഗംഗയുടെ സ്വരൂപം ദേവി തന്നെയാണ്, ശക്തി തന്നെയാണ്. അപ്പോൾ ആ ദേവി തന്നെയാണ്. ഇനി നോക്കുകയാണെങ്കിലോ, നന്ദഗോപന്റെ പുത്രിയായിട്ട്, നന്ദജയായിട്ട്, യോഗമായായിട്ട്, നന്ദിനിയായിട്ട്, നന്ദന്റെ പുത്രിയായി നന്ദിനിയായി ജനിച്ചത് ആരായിരുന്നു? ശക്തി സ്വരൂപിണിയായ ദേവി തന്നെയായിരുന്നു. കംസനെ താക്കീത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയ്യിൽ നിന്നും പറന്നുപോയത് ആരായിരുന്നു? നന്ദജയായിട്ടുള്ള നന്ദിനിയായിരുന്നു. അതുകൊണ്ട് യോഗമായയും നന്ദിനി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് നന്ദിപ്പിക്കുന്നവളായിട്ടുള്ള ആനന്ദസ്വരൂപിണിയായിട്ടുള്ള ആ ദേവിയെ വന്ദിച്ച് നമുക്ക് അടുത്ത നാമത്തിലേക്ക് പോവാം. 451 നാമം വിഘ്നനാശിനി. അപ്പോ വിഘ്നനാശിനി എന്ന് പറഞ്ഞാൽ സാധകന്മാരുടെ എല്ലാ വിഘ്നങ്ങളെയും നശിപ്പിക്കുന്നവളാണ്. ശരിക്കുള്ള മനസ്സില് നല്ല അർപ്പണ മനോഭാവത്തോടു കൂടി ദേവി ആരാധിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഘ്നങ്ങളും ദേവി നശിപ്പിക്കും, എല്ലാ പാപചിന്തകളും ദേവി നശിപ്പിക്കും. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം, ഇതാണ് പുരുഷാർത്ഥങ്ങള്, 4 പുരുഷാർത്ഥങ്ങള്. ആ പുരുഷാർത്ഥങ്ങള് ഇങ്ങനെ ബ്രഹ്മചര്യം മുതൽ സന്യാസം വരെയുള്ള ഈ 4 ധർമ്മങ്ങളിലൂടെയും നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ ശരിക്കും കൈപിടിച്ച് നടത്തിയിട്ട് ആ വിഘ്നങ്ങളെല്ലാം നശിപ്പിച്ച് ദേവിയാണ് നമ്മളെ നേർവഴിക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ദേവിക്ക് വിഘ്നനാശിനി എന്ന് നാമം. ഇനി ഇതോടുകൂടി ആ ശ്ലോകം കഴിഞ്ഞു. ഇനി നമുക്ക് 95 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. 95 ശ്ലോകം. തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി. തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി. ഇവിടെ ദേവിയുടെ നാമങ്ങള് 95 ശ്ലോകത്തിൽ 452 മുതൽ 458 വരെയുള്ള 6 നാമങ്ങളാണ്. ഓരോന്ന് നമുക്ക് നോക്കാം. 452 നാമം തേജോവതി. തേജസ്, തേജസ്സോട് കൂടിയ ദേവി, പ്രകാശത്തോടു കൂടിയ ദേവി, വീര്യത്തോടു കൂടിയ ദേവി, പ്രഭാവത്തോടു കൂടിയ ദേവി, ഭംഗിയുള്ള ദേവി, ഇതൊക്കെ തേജോവതി എന്നുള്ള ആ നാമത്തിന് അർത്ഥങ്ങളായി വരും. ഇനി ശരിക്കും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഇതിനെ 3നെയും തേജസ് എന്ന് പറയും. ഇതല്ലാതെ ഈ ഭൂമുഖത്ത്, ഈ ഭൂമിയിൽ, ബ്രഹ്മാണ്ടത്തിൽ മറ്റൊരു തേജസ് ഇല്ല. ഇതൊന്നും 3 കിട്ടിയ തേജസ്സുകളെ മറ്റെല്ലാറ്റിനും ഉള്ളൂ. ഈ തേജസ്സുകൾക്ക് എവിടുന്നാ വരുന്നത്? സൂര്യചന്ദ്രന്മാരുടെ തേജസ്സും ദേവിയുടെ തന്നെ കരുണയാണ്. ദേവി തന്നെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പോ ശരിക്കും ദേവിയുടെ എന്താ പറയുന്നത്, സൂര്യചന്ദ്രന്മാര് വളരെ കാലം ദേവിയെ തപസ് ചെയ്തു അത്രേ. അങ്ങനെ തപസ് ചെയ്തപ്പോ ദേവിയുടെ നഖങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, നഖദീതി സംശ്ചന്ന നമജ്ജന തമോ ഗുണ,
ആ നഖങ്ങളിൽ നിന്നും വരുന്ന ദീദിതി, ആ പ്രകാശവീജികള് തമോ ഗുണങ്ങളെല്ലാം നശിപ്പിക്കും എന്നുള്ളതാണ്. നമിക്കുന്ന എല്ലാവരുടെയും തമോ ഗുണങ്ങൾ നശിപ്പിക്കും നമ്മൾ കണ്ടു. അപ്പൊ ആ പ്രകാശ കിരണങ്ങള് ഇങ്ങനെ സൂര്യനും ചന്ദ്രനും ദേവിയുടെ പാതാരവിന്ദങ്ങളെ കുറേ കാലം തപസ് ചെയ്തപ്പോൾ അവിടുന്ന് വന്നിട്ടുള്ള ആ ദീദിതികള്, ആ പ്രകാശ കിരണങ്ങള്, ആ സ്ഫുരണങ്ങൾ അവർക്ക് കിട്ടിയെന്നാ പറയണത്. അപ്പൊ ദേവിയുടെ നഖത്തിന്റെ പ്രകാശ കിരണങ്ങൾ കിട്ടിയിട്ടാണ് സൂര്യനും ചന്ദ്രനും പ്രകാശിക്കാൻ തുടങ്ങിയതെന്ന്. അപ്പോ ദേവി സൂര്യനും ദേവി ചന്ദ്രനും സൂര്യനും ആധാരഭൂതയാണ് ദേവി. അതുകൊണ്ടാണ് ദേവി എന്ത് വിളിക്കുന്നത്? തേജോവതി എന്ന്. അപ്പോ ഈ 3 തേജസ്സും, ഈ ബ്രഹ്മാണ്ടത്തിലുള്ള 3 തേജസ്സും, സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നുള്ള 3 തേജസ്സും ദേവി തന്നെയാണ്. ദേവിയുടെ മഹിമ തന്നെയാണ്, ദേവിയുടെ കഴിവുകൾ തന്നെയാണ്. അതുകൊണ്ട് ദേവി തേജോവതി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി അടുത്ത നാമമാണ് ത്രിനയന. ത്രിനയന, ത്രിനയന എന്ന് പറയും കൂട്ടി വായിക്കുമ്പോൾ. 453 ത്രിനയന എന്നുള്ള 3 നയനങ്ങളോട് കൂടിയവൾ. അതുകൊണ്ട് തന്നെ ത്ര്യംബക എന്നും പറയും. അംബകം എന്ന് പറഞ്ഞാൽ കണ്ണുകളാണ്. അപ്പോ എന്താണ് 3 നയനങ്ങൾ ദേവിയുടെ? നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട്, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. അപ്പോ ദേവിയുടെ 3 കണ്ണുകള്. അപ്പോ ശരിക്കും സൗന്ദര്യലഹരിയുടെ 48ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലാം നമുക്ക്. വളരെ രസകരമാണ്. അഹസ്സൂദേ സവ്യം തവ നയന മർക്കാത്മകതയാം ത്രിയാമാം വാമം തേ സൃജതി രജനീ നായകതയാ തൃതീയാതേ ദൃഷ്ടിർദരദലിത ഹേമാംബുജരുചി സമാധത്തെ സന്ധ്യാം ദിവസ നിശയോരന്തരചരിം അഹസ്സൂദേ സവ്യം തവ നയനം അർക്കാത്മകതയാ. അപ്പോ ഒരു കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ കണ്ണ് അർക്കനാണ് ദേവിയുടെ, എന്ന് വെച്ചാൽ സൂര്യനാണ്. അവിടുന്ന് എന്താണ് സൃഷ്ടിക്കുന്നത്? പകലിനെ സൃഷ്ടിക്കുന്നു. രണ്ടാമത്തതോ രജനീ നായകനാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനാണ്. ആ കണ്ണ് ഇടത്തെ കണ്ണ്, ആ കണ്ണിൽ നിന്നും രാത്രിയെ സൃഷ്ടിക്കുന്നു. ഇനിയോ ഈ 2 ദൃഷ്ടിയുടെ നടുവിലുള്ള ആ നെറ്റിത്തരത്തിലുള്ള 3ാം കണ്ണാണ് അഗ്നി. ആ അഗ്നിയുടെ നിറം എന്താണ്? ആ സന്ധ്യയ്ക്കും അതുപോലെ പ്രഭാതത്തിനും വരുന്ന അരുണിമയാണ്. അതുകൊണ്ട് സന്ധ്യയെ സൃഷ്ടിക്കുന്നു എന്നാണ് സൗന്ദര്യലഹരിയില് പറഞ്ഞിരിക്കുന്നത്. അല്ലയോ ഭഗവതി, നിന്റെ സൂര്യരൂപമായ വലതു കണ്ണ് പകലിനെ സൃഷ്ടിക്കുന്നു, ചന്ദ്രരൂപമായ ഇടതുകണ്ണ് രാത്രിയെ സൃഷ്ടിക്കുന്നു, കുറഞ്ഞൊന്ന് വിടർന്ന ചെന്താമരപ്പൂ പോലെയുള്ള 3ാം തൃക്കണ്ണ് തൃതീയാതേ ദൃഷ്ടിർ ദരദലിത, മുഴുവനെ വിടർന്നിട്ടില്ല. ഇങ്ങനെ ശിവന്റെ ഒക്കെ തൃക്കണ്ണ് ഇങ്ങനെ കൂമ്പി വിടർന്ന പോലെ കാണുള്ളൂ, ഇങ്ങനെ കാണുള്ളൂ. അപ്പോ ശരിക്കും ആ താമരപ്പൂ പോലെ വിടരാതെ ഇങ്ങനെ കൂമ്പി വിടർന്നിരിക്കുന്ന ദരദലിത ഹേമാംബുജ രുചി. ഹേമാംബുജം എന്ന് പറഞ്ഞാൽ രക്തവർണ്ണമുള്ള അംബുജം. ആ അംബുജം എന്താണ്? സമാധത്തെ സന്ധ്യാം ദിവസ നിശയോരന്തര രജിം. അങ്ങനെ ആ സന്ധ്യാസമയത്തെ സൃഷ്ടിക്കുന്നത് ആ അഗ്നിയായിട്ടുള്ള 3ാം തൃക്കണ്ണാണ്. ആ ചെന്താമര പോലത്തെ പാതി വിടർന്ന 3ാം തൃക്കണ്ണാണ് എന്നാണ് ഇവിടെ ശങ്കരാചാര്യർ 48ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ത്രിനയന എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും അഗ്നിയുമായിരിക്കുന്ന 3 നയനങ്ങള് കൂടിയ ദേവിയാണ്. അപ്പോൾ ശരിക്കും ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രമാണങ്ങളാണ് സത്യത്തിലേക്കുള്ള വഴി തെളിയിച്ചു തരുന്നത്, നമ്മളെയൊക്കെ സത്യത്തിലേക്ക്. 1 പ്രത്യക്ഷം, 2 അനുമാനം, 3 ശബ്ദം. ശബ്ദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശ്രുതി എന്നാണ് പറയുക. വേദം അല്ലെങ്കിൽ ശ്രുതിയാണ് ശബ്ദം പ്രത്യക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പൊ ശ്രവിച്ച് കേട്ടിട്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കുന്നതാണ് ശ്രുതി, വേദം. അപ്പൊ 1 പ്രത്യക്ഷം, 2 അനുമാനം, 3 ശബ്ദം. അപ്പോ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളാണ്, നമ്മളെ അനുഭവങ്ങൾ പഠിപ്പിക്കും. അതുപോലെ അനുമാനം എന്ന് പറഞ്ഞാൽ ആ കണ്ട പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടിയ ജ്ഞാനത്തെ നമ്മുടെ യുക്തിബോധത്തിലിട്ട് ആട്ടി ഉറപ്പിച്ച് എടുക്കുന്നതാണ് അനുമാനം. പിന്നെ വേദങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത് 3ആണുള്ളത്. ഇത് 3ൽ കൂടിയാണ് സത്യത്തെ അറിയാൻ നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ അനുഭവം, പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവം, ആ അനുഭവങ്ങളിലൂടെ കിട്ടിയ ജ്ഞാനത്തെ മനസ്സിലിട്ട് നമ്മളെ യുക്തിബോധം കൊണ്ട് അതിനെ ഒരു അനുമാനത്തിലെത്തുന്നു. അത് കഴിഞ്ഞാൽ അത് വേദം കാണിച്ചു തന്ന വഴിയിലൂടെ പോകുന്നു. ഇത് 3ഉം കൂടിയിട്ടാണ് ഓരോ വ്യക്തിയും ഈ സത്യത്തിലേക്ക് നയിക്കുന്ന പ്രമാണങ്ങൾ. ഈ 3 പ്രമാണങ്ങളും ആരാണ്? ദേവി തന്നെയാണ്. ഇതും ത്രിനയന എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു ഈ 3 പ്രമാണങ്ങളെയും. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും എടുക്കുകയാണെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്ന 3 നയനങ്ങളോട് കൂടിയ ദേവി എന്ന് പറഞ്ഞ് ആ ദേവിക്ക് നമസ്കരിക്കാം. ഇനി 454ാമത്തെ നാമം ലോലാക്ഷി കാമരൂപിണി. ഒറ്റ നാമമാണ് കേട്ടോ. ലോലാക്ഷി എന്ന് വേറെയും കാമരൂപിണി എന്ന് വേറെയുമല്ല, ലോലാക്ഷി കാമരൂപിണി എന്നുള്ളതാണ്. അപ്പോൾ ലോലാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ചഞ്ചലമായിട്ടുള്ള കണ്ണുകളോട് കൂടിയവളാണ്.
ഇപ്പൊ സുന്ദരികളാണ് ലോലാക്ഷികൾ എപ്പോഴും, അല്ലെ? ചഞ്ചലമായ കണ്ണുകളുള്ളവരാണ്. അപ്പോൾ ലോലാക്ഷിയാണ്, കാമരൂപിണിയാണ്. അങ്ങനെ ചഞ്ചലമായ കണ്ണുകൾ, ആ സൗന്ദര്യം ഉള്ള ആ കണ്ണുകൾ ഇങ്ങനെ ചലിപ്പിച്ചിട്ട് എന്താണ് ഉണ്ടാവുന്നത്? തൻ്റെ പുരുഷന്മാരിലൊക്കെ പുത്രേഷണയെ വളർത്തിയിട്ട്, ആ കാമത്തെ വളർത്തിയിട്ട്, അങ്ങനെ ഈ വംശപരമ്പര നിലനിർത്തുന്ന ലോലാക്ഷി കാമരൂപിണിയായിട്ടുള്ള ഓരോ സ്ത്രീകളിലും, പതിവ്രതയായിട്ടുള്ള ഓരോ സ്ത്രീകളിലും ലോലാക്ഷി കാമരൂപിണിയായിട്ടിരിക്കുന്നത് ദേവി തന്നെയാണ്. കാരണം ദേവി ഓരോ ജന്മത്തിലും പരമശിവന്റെ പത്നിയായിട്ടാണ് അവതരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും പരമശിവൻ അതീവ എന്താ പറയുക, തൃപ്തിയുള്ളവളാണ് പരമശിവനില്. തിരിച്ചും പരമശിവന് ദേവിയെ വളരെ ഇഷ്ടമാണ്. അപ്പോ ഇവിടെ എന്താണ്? സ്ത്രീകളില് മന്മഥരൂപിണിയായിട്ട് വർത്തിക്കുന്നവളാണ് ദേവി. അപ്പോ ലോലാക്ഷികളിൽ കാമരൂപിണിയായിരിക്കുന്നവൾ, ലോലാക്ഷി കാമരൂപിണി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഗീതയില് നമ്മൾ പലപ്പോഴും പറയുന്ന ശ്ലോകമുണ്ട്. 7-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം, ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ എന്നാണ് പറയുന്നത്. ധർമ്മത്തിന് അവിരുദ്ധമല്ലാത്ത എല്ലാ കാമങ്ങളും ഞാൻ തന്നെയാണ് എന്ന്. അപ്പോൾ ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ളതും അവിരുദ്ധമായിട്ടുള്ളതും കാമങ്ങളുണ്ട്. എല്ലാ കാമനകളും, വെറും കാമനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധം മാത്രമല്ല, എന്ത് കാമനകളാണെങ്കിലും ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള, അവിരുദ്ധമായിട്ടുള്ള അല്ലാത്ത എല്ലാ കാമനകളും, ധർമ്മത്തിനെ ലംഘിക്കാത്ത എല്ലാ കാമങ്ങൾക്കും ഞാൻ തന്നെയാണ്. ശരിക്കും ധർമ്മം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ശ്ലോകം പറയുന്നത് പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം, കാമവും രാഗവും വർജിക്കേണ്ടതാണ്. പക്ഷേ ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ, അങ്ങനത്തെ കാമങ്ങൾ, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമങ്ങൾ ഞാൻ തന്നെയാണ്. അത് ആളുകൾക്ക് ആചരിക്കാം എന്നാണ് ഗീതയിലെ 7-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം പറയുന്നത്. ദേവി തന്നെ തൻ്റെ ഭർത്താവായ കാമേശ്വരിലെ അതീവ പ്രേമലോലുപയാണ്. അപ്പൊ അതുപോലെ മറ്റു സ്ത്രീകൾക്കും തങ്ങളുടെ ഭർത്താക്കന്മാരില് പ്രേമബന്ധം ഉണ്ടാക്കുന്നത് ലോലാക്ഷി കാമരൂപിണിയായിട്ടുള്ള ദേവി തന്നെയാണ്. അതുകൊണ്ട് ലോലാക്ഷി കാമരൂപിണി എന്ന് പറഞ്ഞ് ദേവിയെ നമസ്കരിക്കാം. 456-ാമത്തെ നാമം മാലിനി. മാലിനി എന്ന് പറഞ്ഞാൽ മാല ധരിച്ചവള്. അപ്പൊ എങ്ങനത്തെ മാലയാവും? അക്ഷമാല രൂപിണി. 51 അക്ഷരങ്ങളുടെ മാല കയ്യിൽ, ദേവിയുടെ വലത് കയ്യിലുണ്ട്. അപ്പൊ അക്ഷമാല രൂപിണിയായിട്ടുള്ള ദേവിയെ മാലിനി എന്ന് പറയുന്നു. അല്ലെങ്കിൽ മാലകൾ ധാരാളം, വനമാലകളും സുഗന്ധ പുഷ്പമാലകളും അണിഞ്ഞിരിക്കുന്ന ദേവിയെ മാലിനി എന്ന് പറയുന്നു. ഇനി ഗംഗാനദിക്കും മാലിനി എന്ന് പേരുണ്ട്. പിന്നെ വൃത്തങ്ങളിൽ വളരെ സുവിശേഷമായിട്ടുള്ള വൃത്തമാണ് മാലിനി. എന്തായാലും മാലിനി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മാല ധരിച്ചിട്ടുള്ള ദേവി, അക്ഷരമാലയുള്ള അക്ഷമാലാസ്വരൂപിണിയായ അക്ഷരങ്ങളെ കൊണ്ടുള്ള മാല ധരിച്ചിട്ടുള്ള ദേവി, ആ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് മാലിനി എന്നുള്ള നാമം അവസാനിപ്പിക്കാം. 456-ാമത്തെ നാമം ഹംസിനി. ഹംസം എന്ന് പറഞ്ഞ അരയന്നം. അപ്പോൾ ഹംസിനി എന്ന് പറഞ്ഞാൽ ഹംസത്തിന്റെ ഗുണത്തോടു കൂടിയവളാണ് ദേവി. ഹംസത്തിന്റെ ഗുണം എന്താണ്? നമ്മൾ പറയുന്നത് ശരിക്കും ഒരു പാത്രത്തിൽ പാലും വെള്ളവും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഹംസത്തിന് പാല് മാത്രം കുടിക്കാൻ പറ്റും, പാലിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും വെള്ളത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ ദേവി ഭക്തരുടെ പുണ്യപാപങ്ങളെ വേർതിരിച്ച് വളരെ കൃത്യമായിട്ട് എടുക്കും. അപ്പോൾ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ അതും, പാപം ചെയ്തു കഴിഞ്ഞാൽ അതും ദേവിക്ക് അറിയാൻ പറ്റും, വേർതിരിച്ച് വളരെ കൃത്യമായിട്ട്. അത് വേർതിരിച്ച സന്മാർഗത്തിലൂടെ, വേണ്ട കൊട്ടും കൊടുത്ത സന്മാർഗത്തിലൂടെ നയിക്കുന്ന ദേവിയാണ്. അങ്ങനെ നമുക്ക് ദേവിയെ ഹംസിനി എന്ന് വിളിക്കാം. ഇനി അരയന്നങ്ങളാൽ ദേവി ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. നമുക്കറിയാം ദേവിയുടെ ആ പഞ്ചബ്രഹ്മാസനത്തിലെ ആ അരയന്ന തൂവലിലാണ് ദേവി ശയിക്കുന്നത്. അപ്പൊ അരയന്നങ്ങൾ ധാരാളം പൊയ്കയിൽ പോകുമ്പോഴും മാനസരോവരത്തിൽ പോകുമ്പോഴും ഒക്കെ ദേവിയെ ചുറ്റി നിൽക്കുന്നത് അരയന്നങ്ങളാണ്. അപ്പോൾ അരയന്നങ്ങൾ ചുറ്റി നിൽക്കുമ്പോൾ ദേവിയെ ഹംസിനി എന്ന് വിളിക്കുന്നു. ഇനി ഹംസവാഹിനി ആരാണ്? സരസ്വതിയാണ്. സരസ്വതി ആരാണ്? ദേവി തന്നെയാണ്. അപ്പോൾ ഹംസവാഹിനിയാണ് ദേവി, അതുകൊണ്ട് സരസ്വതിയാണ് ദേവി, അതുകൊണ്ട് ദേവി ഹംസിനിയാണ്. ഇനി ഹംസം എന്നതിന് ജീവാത്മാവ് എന്നുള്ള അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. അപ്പോൾ പ്രാണികളില് ജീവാത്മാവായി വസിക്കുന്നത് ദേവി തന്നെയാണ്, അതുകൊണ്ടും ദേവി ഹംസിനി. ഇനി ഒന്നുമില്ലെങ്കിൽ ആ പഞ്ചബ്രഹ്മാസനത്തിൽ ഇരിക്കുന്ന ആ അരയന്ന തൂവല് വിരിച്ച മെത്തയിലിരിക്കുന്ന ദേവിയെ ഓർത്താൽ മതി, ഹംസിനി എന്ന നാമം വായിക്കുമ്പോൾ. ഇനി 457-ാമത്തെ നാമം മാതാ. ശ്രീമാത നമ്മൾ കണ്ടതാണ്. മോറോർലെസ് സെയിം അർത്ഥം തന്നെയാണ്, അമ്മയാണ് ശ്രീമാത എന്ന് കണ്ടത്. എല്ലാം ഇവിടെ മാത എന്ന് മാത്രം പറയുമ്പോൾ ശരിക്കും എല്ലാ മന്ത്രങ്ങളുടെയും, ഈ ലോകത്തുള്ള എല്ലാ മന്ത്രങ്ങളുടെയും അമ്മയാണ് ദേവി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ദേവിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് എല്ലാ മന്ത്രങ്ങളും. അപ്പോൾ ശരിക്കും ആ ദേവിയെ അങ്ങനെയും ഒരർത്ഥത്തിൽ അമ്മ എന്ന് പറയുന്നു. മന്ത്രമാതാവ്
വേദമാതാവ് എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ അമ്മ എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞാൽ മതി. ചരാചരങ്ങളുടെ ബ്രഹ്മാണ്ടത്തിന്റെ ജനനിയാണ് ദേവി. അതുകൊണ്ട് ആ ദേവിക്ക് നമസ്കാരം. ഇനി കായവരോഹൻ ക്ഷേത്രം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇത് ശിവപുരാണത്തിലെ കായവരോഹൻ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശിവൻ കായമെടുത്തിട്ട് അവതരിച്ചതാണ്. ഞാനിവിടെ ആര് വരുമ്പോഴും കൊണ്ടുപോകാറുണ്ട് അവിടെ. ഒരു പ്രാവശ്യം ഹനുമാൻ ചാലിസ ചെയ്തപ്പോൾ കായവരോഹണിൽ പോയിട്ട് മൂന്നാവർത്തി നമ്മൾ ഹനുമാൻ ചാലിസ ചെയ്തായിരുന്നു. അവിടെയുള്ള ദേവിക്ക്, പാർവതി ദേവിക്ക് മാതാ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഗുജറാത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും അംബ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മാതാ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ പ്രത്യേകിച്ചും കായവരോഹണിലെ ദേവിയെ മാതാ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഇനി 458ാമത്തെ നാമം മലയാചലവാസിനി. മലയാചലവാസിനി, മലയപർവ്വതത്തിൽ വസിക്കുന്നവൾ. അപ്പോൾ ശരിക്കും ചന്ദനം ധാരാളമുള്ള പർവ്വതമാണ് മലയപർവ്വതം. ആ മലയപർവ്വതം ചന്ദനം വളരെ പ്രിയമാണ് ദേവിക്ക്. അവിടെ വസിക്കുന്നവളാണ് ദേവി. ഇനി മലയാളവാസിനി എന്നും പലരും ഇതിനെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. കാരണം 108 പരശുരാമൻ, 108 ദുർഗാലയങ്ങളാണ് പരശുരാമൻ കേരളത്തിനെ വീണ്ടെടുത്തപ്പോൾ സ്ഥാപിച്ചത്. 108 ദുർഗാലയങ്ങൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ഇത്രയും ദുർഗാക്ഷേത്രങ്ങൾ, ഓരോ വില്ലേജിലും കുലദേവിയായിട്ട് ഇരിക്കുന്നത് ദുർഗയാണ് പല രൂപത്തിലും. അതുകൊണ്ട് മലയാള വാഹിനിയാണ് മലയാചലവാഹിനി എന്ന് പറഞ്ഞാൽ എന്നും അർത്ഥം പറയുന്നവരുണ്ട്. ഇപ്പം നമുക്ക് മലയാചലവാസിനി എന്ന് പറഞ്ഞാൽ മലയ പർവ്വതത്തിൽ വസിക്കുന്ന ദേവി, ആ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ഈ 10 നാമങ്ങൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തീർത്തു. കാരണം വളരെ എളുപ്പമുള്ള നാമങ്ങളായിരുന്നു. തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി. ഇനി 96ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക്. 96ാമത്തെ ശ്ലോകം. സുമുഖി നളിനി സുഭ്രൂഹു ശോഭനാസുരനായിക കാളകണ്ഠി കാന്തിമതി സൂക്ഷോഭിണി സൂക്ഷ്മരൂപിണി. സുമുഖി നളിനി സുഭ്രൂഹു ശോഭനാസുരനായിക കാളകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി. ആദ്യത്തെ നാമം 459ാമത്തത്. ഇവിടെ 9 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. സുമുഖി. സുമുഖി എന്ന് പറഞ്ഞാൽ സുന്ദരമായ മുഖത്തോടു കൂടിയവൾ. ഇപ്പോൾ സാമുദ്രിക ശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കണ്ടു. പല പല സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്ന സൗന്ദര്യ ലക്ഷണങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ശാസ്ത്രമാണ് സാമുദ്രിക ശാസ്ത്രം. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടവുമില്ലാത്ത സുന്ദരതയോട് കൂടിയിട്ടുള്ള മുഖമുള്ളവളാണ് ദേവി. ആ ദേവിക്ക് സുമുഖി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഷോഡശി പൂജ ചെയ്യുമ്പോൾ, ഷോഡശ ഉപചാര ഷോഡശി പൂജയിൽ ഒരു ദേവിയാണ് സുമുഖി. പല രൂപങ്ങളിലും ദേവിയെ നമ്മൾ ആരാധിക്കുമ്പോൾ സുമുഖി എന്ന രൂപത്തിലുള്ള ദേവിയെയും ആരാധിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് നല്ല ജ്ഞാനം? സുമുഖനാവുന്നത് എപ്പോഴാണ്? ശരിക്കും ഒരാളില് ആ ഒരു തെളിച്ചം കാണുന്നത് വിജ്ഞാനമുള്ളപ്പോഴാണ്. അപ്പൊ കറുപ്പോ വെളുപ്പോ അല്ല, വിജ്ഞാനം ഇങ്ങനെ നിറഞ്ഞ് ആ ശാന്തി ഇങ്ങനെ കൈവരിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാവുന്നത്? അതിങ്ങനെ സ്ഫുരിക്കും മുഖത്തുനിന്ന്. അതിനാണ് നമ്മൾ ആ ബ്രഹ്മകാന്തി എന്നൊക്കെ പറയും. ആ കാന്തി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദേവി തന്നെയാണ് വിജ്ഞാന സ്വരൂപിണി. ഇതൊക്കെ കൊടുത്തിട്ട് ആ സുമുഖിയുമാക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം സുമുഖി എന്ന് പറഞ്ഞ് നമുക്ക് നമസ്കരിക്കാം. ഇനി 460ാമത്തെ നാമം നളിനി. നളിനി എന്ന് പറഞ്ഞാൽ താമര. ഇനി താമര എന്നും താമര പൊയ്ക എന്നും പറയും നളിനി എന്നല്ല. ഇപ്പൊ ദേവിയുടെ കയ്യ്, കാല്, കണ്ണ്, മുഖം ഇതൊക്കെ ഇത്രയും മൃദുവാർന്നതാണ്, ഇത്രയും മനോഹരമായതാണ്. അതിനൊക്കെ എന്തുകൊണ്ടാണ് ഉപമിക്കാറ്? താമരപ്പൂവിനെ കൊണ്ടാണ് ഉപമിക്കാറ്. അതുകൊണ്ട് ദേവി നളിനി. എല്ലാ അവയവങ്ങളും ദേവിയുടെ മൃദുവാണ്, താമരപ്പൂ പോലെ മനോഹരമാണ്. അതുകൊണ്ട് ദേവിയെ താമരയോടെ എപ്പോഴും ഉപമിക്കും. അതുകൊണ്ട് ദേവിയുടെ നാമം നളിനി എന്ന നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ഇനി നളിനി എന്ന് പറഞ്ഞാൽ സ്വർഗഗംഗയ്ക്ക്, ആകാശഗംഗയ്ക്ക് പറയുന്ന നാമമാണ് നളിനി. ആകാശഗംഗ ദേവി തന്നെയാണ്, അതുകൊണ്ടും ദേവി നളിനിയാണ്. ഇനി ശരിക്കും ഗംഗ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ദേവിയുടെ തന്നെ വിഭൂതിയാണ് ഗംഗ. അങ്ങനെ ആ നളിനിയായിരിക്കുന്ന, ഗംഗാനദിയായിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ശോഭയുള്ള ആ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് നമുക്ക് 461ാമത്തെ നാമം സുബ്രൂഹു എന്നുള്ള നാമം. ഭ്രൂ എന്ന പുരികക്കൊടി, സുഭ്രൂ എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായിട്ടുള്ള പുരികക്കൊടി. അപ്പോൾ ശങ്കരാചാര്യരുടെ സൗന്ദര്യ 47ാമത്തെ ശ്ലോകത്തില് ദേവിയുടെ പുരികക്കൊടികളെ ഗംഭീരമായിട്ട് കാമദേവന്റെ വില്ലിനോട് ഉപമിക്കുന്നുണ്ട്. അങ്ങനെ കാമദേവന്റെ വില്ലില് നമ്മുടെ 2 പുരികക്കൊടികളും പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ച ആ ഭാഗം കാണില്ല, 2 പുരികക്കൊടികൾ മാത്രം, വില്ല് അപ്പുറത്തും ഇപ്പുറത്തും വളഞ്ഞിട്ട്. അപ്പൊ ശരിക്കും അത് ഒരു കാമദേവന്റെ വില്ലിനോടാണ് ഉപമിക്കുന്നത്. ആര്?
ആചാര്യസ്വാമികൾ. ഇപ്പോൾ ഇവിടെ തന്നെ നളചരിതത്തിലെ 2-ാം ദിവസത്തിലാണല്ലേ, ചില്ലിയുഗളങ്ങൾ കൊണ്ട് എന്നെ തല്ലിടാതെ എന്നുള്ളത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള പദമാണ്. രാമൻകുട്ടി ആശാനൊക്കെ അവതരിപ്പിക്കുമ്പോൾ ആ ചില്ലിയുഗളങ്ങളും കൊണ്ട് ഇങ്ങനെ തല്ലുന്നത് കാണാൻ, ചെണ്ടയിൽ അങ്ങനെ കാണിക്കുന്നത് വളരെ ഭംഗിയാണ്. അദ്ദേഹം പുരിയം ആട്ടുന്നതും അതിനനുസരിച്ച് ചെണ്ട അടിക്കുന്നതും ആ ദമയന്തിയെ കണ്ട് കാട്ടാളൻ പറയുന്ന പദമാറ്റമാണ് ചില്ലിയുഗളങ്ങൾ കൊണ്ട് എന്നെ തല്ലിടാതെ എന്നുള്ളത്. ഇപ്പോൾ സുഭ്രു എന്ന് പറഞ്ഞാൽ സുന്ദരമായിട്ടുള്ള പുരികക്കൊടിയോട് കൂടിയവൾ, തൻ്റെ കാമേശ്വരനായിട്ടുള്ള തൻ്റെ പതിയെ ആകർഷിക്കാനുള്ള ആ എല്ലാ ലക്ഷണമൊത്തിട്ടുള്ള ആ ചില്ലിയുഗങ്ങളോട് കൂടിയതാണ്. ഇനി 462-ാമത്തെ നാമം ശോഭന. ശോഭന എന്ന് പറഞ്ഞാൽ അതിയായി ശോഭിക്കുന്നവൾ. അപ്പോൾ സൗന്ദര്യം കൊണ്ട് അങ്ങനെ ശോഭിക്കുകയാണ്, അല്ലെങ്കിൽ മംഗളസ്വരൂപിണിയാണ്, ശുഭം നൽകുന്നവളാണ്, അതുകൊണ്ട് ശോഭന. സൗന്ദര്യം കൊണ്ട് ശോഭിക്കുന്നവളാണ്, അതുകൊണ്ട് ശോഭന. മംഗളസ്വരൂപിണിയാണ്, ശുഭം നൽകുന്നവളാണ്, അതുകൊണ്ട് ശോഭന. ഇനി ദേവിയാണ് ആക്ച്വലി സദാചാരം, ജ്ഞാനം എന്നൊക്കെയുള്ള അർത്ഥവും ശോഭന എന്നുള്ളത്. അപ്പം ആളുകൾക്കൊക്കെ, തൻ്റെ ഭക്തർക്ക് സദാചാര ബോധവും അതുപോലെ നിഷ്ഠയും ജ്ഞാനവും ഒക്കെ കൊടുക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവി ശോഭന എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. 462-ാമത്തെ നാമം. 463-ാമത്തെ നാമം സുരനായിക. സുരനായിക എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് നായിക. നമ്മൾ പലപ്പോഴും കണ്ടു, ദേവിയാണ് അവതരിച്ച് പലപ്പോഴും ദേവന്മാരെ. ദേവി സർവേശ്വരിയാണ്, എല്ലാ ബ്രഹ്മാണ്ടത്തിനും നായിക. അപ്പൊ ദേവന്മാർക്ക് മാത്രമല്ല, പല സ്ഥലത്തും ദേവന്മാർ അധിപന്മാരായിരിക്കുന്നെങ്കിലും അവർക്കൊക്കെ മുകളിലിരിക്കുന്ന ദേവി തന്നെയാണ്. സർവപ്രപഞ്ചത്തിനും ഈശ്വരിയാണ് ദേവി. ആ ദേവിയെ സുരനായിക എന്ന് വിളിച്ച് നമസ്കരിച്ച് ഇന്ന് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. 96-ാമത്തെ ശ്ലോകത്തിലെ 463-ാമത്തെ നാമം നമ്മൾ കഴിച്ചു. ഇവിടെ നമുക്കിന്ന് അവസാനിപ്പിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി.